അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിന്റെ അനന്തര സ്വത്തേറ്റെടുത്ത അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിച്ച ഉലമാക്കൾ അവരുടെ കരങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സത്യം മനസ്സിലാക്കിയത്. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ധാർമ്മികത, എന്താണ് അധാർമികത, എന്താണ് സന്മാർഗം, എന്താണ് ദുർമാർഗം, എങ്ങനെ നാം മനസ്സിലാക്കി, എങ്ങനെ നാം വായിച്ചെടുത്തു, എങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ദീനിനോടെടുത്തു, എങ്ങനെ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ മിമ്പറുകളിൽ ഉയരുന്ന ഉത്ബോധനങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതു കൂർപ്പിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു. ഈ ഉലമാക്കൾ ഉമ്മത്തിന് പകർന്നു നൽകിയ സന്മാർഗത്തിന്റെ പ്രകാശത്തിലൂടെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അവർ സത്യത്തെയും സന്മാർഗത്തെയും ഉമ്മത്തിന് പകർന്നു നൽകി. ബാത്തിലിനെയും തിന്മകളെയും അവർ വകഞ്ഞു മാറ്റി. ഫകം മിൻ ഹാലികിൻ അൻഖദു, എത്ര നശിച്ചവരെയാണ് അവർ കൈപിടിച്ചുയർത്തിയത്. വകം മിൻ ശഖിയിൻ അസ്അദു, എത്ര ദൗർഭാഗ്യവാന്മാരെയാണ് അവർ സൗഭാഗ്യത്തിന്റെ വിഹായത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഫറുബ്ബ ഹിമ്മത്തിൻ അഹിയത് ഉമ്മത്തൻ, അവരെ എത്ര ത്യാഗ പരിശ്രമങ്ങളാണ് ഈ ഉമ്മത്തിന് നവജീവൻ പകർന്നത്. യുഗയുഗങ്ങളായി, കാലഘട്ടങ്ങളിലൂടെ, ജനപദങ്ങളിലൂടെ പരിഷ്കരണമായി, ദീനിന്റെ പരിഷ്കരണമായി, നവോത്ഥാനമായി എത്ര സമൂഹമാണ് നവജീവൻ കൈക്കൊണ്ടത്. സഹോദരങ്ങളെ, അവർ ഈ ദീനിന്റെ വിജ്ഞാനത്തിന്റെ പതാകവാഹകരാണ്. അള്ളാഹുവിന്റെ മുർസലീങ്ങളുടെ മാർഗം നമുക്ക് തുറന്നു തന്നവർ. ആ മാർഗത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അതിലായിരിക്കണം അവരുടെ അവശേഷിപ്പുകൾ, വൈജ്ഞാനിക സംഭാവനകൾ. അതായിരിക്കണം നമ്മൾ പകർന്നെടുക്കുന്ന ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സ്വത്ത്. ഫഹും ലൗഉ ശംസി ലിൽ അബ്സാർ, അവർ കണ്ണുകൾക്ക് സൂര്യ തേജസ് പോലെ പ്രകാശം വിതറുന്നവരാണ്. വനുജൂമു സായിരീന ഫിൽ അസ്ഫാർ, രാത്രിയുടെ അഗാധതയിൽ വഴിതെറ്റി അലയുന്ന കപ്പലിൽ സഞ്ചരിക്കുന്നവർക്ക് നക്ഷത്രം വഴികാട്ടുന്നത് പോലെ, കൂരിരുട്ടത്ത് നക്ഷത്രം വഴിയടയാളമാകുന്നത് പോലെ ഉമ്മത്തിന് വഴിയടയാളമാകുന്ന നക്ഷത്രങ്ങളാണവർ. സന്മാർഗത്തിന്റെ പ്രകാശ ഗോപുരങ്ങൾ, സൂക്ഷ്മതയുടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടിന്റെയും അടയാളങ്ങൾ. അവരെ കൊണ്ടാണോ ഈ ദുനിയാവിന് ഭംഗിയുണ്ടായത്, ഈ ദുനിയാവ് അലങ്കൃതമായത്? അവരെ കൊണ്ടാണ്. ദിനരാത്രങ്ങൾ, മനുഷ്യരുടെ ആയുസ്സുകൾ, യുഗങ്ങൾ, കാലാന്തരങ്ങൾ, അത് പരിഷ്കരിക്കപ്പെട്ടതും അത് സമ്പന്നമാക്കപ്പെട്ടതും മനുഷ്യരുടെ ദിനരാത്രങ്ങൾ ധന്യമായതും അവർ പ്രചരിപ്പിച്ച ദീനിന്റെ മൊഴിമുത്തുകൾ അത് പകർന്നെടുത്തതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, യദ്ഊന മൻ ദല്ല ഇലൽ ഹുദാ, പിഴച്ചവരെ സന്മാർഗത്തിലേക്ക് നയിച്ചവർ. വയസ്ബിറൂന മിൻഹും അലൽ അദാ, ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുക വഴി ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു. അവരിൽ പലരും കൊല്ലപ്പെടേണ്ടി വന്നു. കാരാഗ്രഹങ്ങളിൽ ഒരു പുരുഷായുസ് മുഴുവൻ ത്യജിക്കേണ്ടി വന്നു. ഉമ്മത്തിനു വേണ്ടി ഉപദ്രവങ്ങൾ, പ്രബോധിത സമൂഹത്തിന്റെ ഉപദ്രവങ്ങൾ ചുമലിലേറ്റെടുത്തവർ. യുഹ്യൂന ബികിതാബില്ലാഹിൽ മൗതാ, ചിത്തം മരിച്ചുപോയവർ, ഹൃദയം മരിച്ചുപോയവർ, അവർക്ക് അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് അവർ ജീവൻ പകർന്നു. യുബസ്സിറൂന ബിനൂരില്ലാഹി അഹ്ലിൽ ഉമ, അന്ധത ബാധിച്ചവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ കാണാൻ പറ്റാതെ കണ്ണടഞ്ഞു പോയവർ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രകാശം കൊണ്ട് കാഴ്ച പകർന്നവർ. ഫകം മിൻ ഖതീരിൻ ഇബ്ലീസ് ഖദ അഹ്യൗ, ഇബ്ലീസ് സാക്ഷാൽ പിശാച് തടവറയിലാക്കിയ, കാരാഗ്രഹത്തിലാക്കിയ, വധിച്ചു കളഞ്ഞ എത്ര പാവപ്പെട്ട അടിമകളെയാണ് അവർ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത്. ഇബ്ലീസ് കൊന്നൊടുക്കിയ എത്ര പേരെയാണ് അവർ ഹൃദയത്തിന് ജീവൻ പകർന്ന് ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നത്. വകം മിൻ ദാലിൻ തായിഹിൻ ഖദ ഹദൗ, എത്ര പിഴച്ചുപോയ വഴികെട്ട ദുർമാർഗികളെയാണ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അവർ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. സഹോദരങ്ങളെ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ സേവനം, അവർ ഈ ഉമ്മത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ മറന്നുകൂടാ, നമ്മൾ കണ്ണടച്ചുകൂടാ. അവരെക്കുറിച്ച് ചിന്തയോ ചർച്ചയോ, അവരുടെ മരണം മനസ്സിലൊരു മുഷിച്ചിലോ പ്രയാസമോ ഉണ്ടാക്കാതെ ഒരു മുസ്ലിം ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു, അവന്റെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങിയിരിക്കുന്നു, അവന്റെ കൽബ് മരവിച്ചു പോയിരിക്കുന്നു, അവന്റെ ഹൃദയം പാറക്കല്ലിനേക്കാൾ കടുത്തുപോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ
ഈ ദീനിന്റെ വിജ്ഞാനം പകർന്നു നൽകിയ മഹാന്മാരായ ഉലമാക്കൾക്ക് നൽകിയ സ്ഥാനം, അത് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ അഖീദയാണ്. അതിലൂടെ അല്ലാഹുവിനെ തൃപ്തി നേടുക എന്നത് നമുക്ക് ഇബാദത്താണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഈ ഉമ്മത്തിലെ ഉലമാക്കളെ, അഹ്ലുസുന്നയുടെ യഥാർത്ഥ പണ്ഡിതന്മാരെ നമ്മൾ അനുസരിക്കുക എന്നത്. അല്ലാഹു സൂറത്തു അൻ-നിസാഇൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുവിൻ. വ ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെയും അനുസരിക്കുവിൻ. പണ്ഡിതന്മാരിൽ ധാരാളം പേർ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഉലുൽ അംറുകളിൽ അൽ ഉലമാ, മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ എണ്ണപ്പെടുന്നു. അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം ഭരണാധികാരികളും ഉലുൽ അംറിൽ എണ്ണപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ പറഞ്ഞതോടൊപ്പം അവൻ കൽപ്പനയുടെ സ്വരത്തിൽ അനുസരിക്കാൻ പറഞ്ഞവരാണ് ഉലമാക്കൾ. കിതാബിലേക്കും സുന്നത്തിലേക്കും നയിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാർ സ്വന്തം ദേഹേച്ഛകളിലേക്കും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തവർ, അങ്ങനെയുള്ള പണ്ഡിത വേഷധാരികളെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. യഥാർത്ഥ പണ്ഡിതന്മാർ, അവരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ അനന്തരവന്മാർ എന്ന് പറഞ്ഞവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശേഷിപ്പിച്ചവർ, ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു സ്ഥാനം പകുത്തു നൽകുന്നവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ആദരിക്കാത്തവർ, അവരെ ബഹുമാനിക്കാത്തവർ, അവരുടെ വില തിരിച്ചറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. ഇമാം അഹ്മദിന്റെ സുനനിലും മുസ്നദിലും ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലും വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യുജില്ല കബീറന, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല അവരിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ. ഉമ്മത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല. വയർഹം സ്വഗീറന, എന്റെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളിലെ ചെറിയവർക്ക് കരുണ പകുത്തു നൽകാത്തവർ, അവരോട് കാരുണ്യം കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല. വയഅരിഫു ലിആലിമിന ഹഖഹു, ഈ ഉമ്മത്തിലെ ഉലമാക്കൾക്ക് അവരുടെ ഹക്ക് വകവെച്ച് നൽകാത്തവർ, അവരെ ബഹുമാനിക്കാത്തവർ, അവരെ ആദരിക്കാത്തവർ, അവരെ വിലയും സ്ഥാനവും തിരിച്ചറിയാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുടെ ഭാഗമാണ് ഈ ഉമ്മത്തിലെ ഉലമാക്കൾ. അവർ ജീവിച്ചിരുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ അവരെ വില തിരിച്ചറിയുക, അവരുടെ ശ്രേഷ്ഠതകൾ അയവിറക്കുക, അവരുടെ വൈജ്ഞാനിക സംഭാവനകളിൽ അവരുടെ പിന്നിൽ നടക്കുക, അത് പ്രചരിപ്പിക്കുന്ന വക്താക്കളാകുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാകുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉമ്മത്തിന് വേണ്ടി ഉപകാരം ചെയ്ത ആ മഹാമനീഷികളെ ഓർക്കുക എന്നത് അത് ഇബാദത്തായി മാറും, അല്ലാഹുവിനുള്ള പ്രതിഫലാർഹമായ പുണ്യപ്രവൃത്തിയായി മാറുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മിൻ അഖീദത്തി അഹ്ലി സുന്ന വൽ ജമാഅ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അന്നഹും യദീനൂന അല്ലാഹ ബിഇഹ്തിറാമിൽ ഉലമാഇൽ ഹുദാത്ത്, സന്മാർഗ ചരിതരായ ഈ ഉമ്മത്തിന്റെ യഥാർത്ഥ ഉലമാക്കളെ ആദരിക്കുക എന്നത് അല്ലാഹുവിന്റെ ദീനായി പുണ്യപ്രവൃത്തിയായി കൊണ്ടു നടക്കുക എന്നത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. يتقربون إلى الله تعالى بتوقير العلماء وتعظيم حرمتهم, ഉലമാക്കളുടെ സ്ഥാനവും അവരുടെ ഗാംഭീര്യവും തിരിച്ചറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അതിലൂടെ പ്രതിഫലം ആഗ്രഹിക്കുക, അല്ലാഹുവിന്റെ സാമീപ്യം തേടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പകർന്നു നൽകിയ കറകളഞ്ഞ ദീനിന്റെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. പക്ഷെ ഇന്നു കാണാം സ്വതന്ത്രമായി ഗവേഷണം ചെയ്യുന്നവർ, ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് 114 അധ്യായങ്ങളിലെ 6000-ൽ പരം ആയത്തുകൾ ഒരു തവണ പോലും വായിച്ചു തീർക്കാത്തവർ, അതിന്റെ അർത്ഥം പോലും അറിയാത്തവർ, ഖുർആനും സുന്നത്തും ഇറങ്ങിയ ഭാഷ അറിയാത്തവർ, അതിനെ വ്യാഖ്യാനിച്ച മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കി എന്ന് അവരുടെ ആധാറുകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഭാഷ അറിയാത്തവർ, അവരാണ് വലിയ പണ്ഡിത കേസരികളായി, പണ്ഡിത വേഷധാരികളായി ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് മുമ്പിൽ ലക്ഷങ്ങൾ റീച്ചുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ ശബ്ദിക്കുന്നുണ്ടാകും, അവർ നാവിട്ടടിക്കുന്നുണ്ടാവും, വാക്ചാതുരിയോടെ മനോഹരമായി സംവദിക്കുന്നുണ്ടാകും, സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ടാകും, സംസാരിക്കുന്നുണ്ടാകും. ആ പണ്ഡിത വേഷധാരികളെ കുറിച്ച്, അറിവാളന്മാരായി സമൂഹത്തിൽ ചിത്രീകരിക്കുന്നവരെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. ഉമ്മത്തിന്റെ യഥാർത്ഥ അയിമ്മത്തുകൾ നമ്മളവരെ കണ്ടിട്ടില്ല, നമ്മളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവരിൽ പലരുടെയും പേരുകൾ പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ഈ പണ്ഡിത വേഷധാരികൾ അവരാണ് പണ്ഡിതന്മാരെന്ന് തെറ്റിദ്ധരിക്കുകയും
മുസ്ലിം ഉമ്മത്തിന്റെ അയിമ്മത്തുകൾ ഉലമാക്കൾ എന്ന് കേൾക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് അവജ്ഞയും അവഗണനയും കയറി വരികയും ചെയ്തു. കാരണം എന്താണ്? നമ്മൾ കണ്ടവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല എന്നതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ ഉലമാക്കൾ നമ്മൾ തിരിച്ചറിയണം. മുസ്ലിം ഉമ്മത്തിന്റെ അയിമ്മത്തിനെ നമ്മൾ തിരിച്ചറിയണം. അവരുടെ പേരുകൾ, അവരുടെ ചരിതങ്ങൾ നമ്മുടെ മക്കളുടെ കാതിലൂടെ ഹൃദയത്തിൽ കോറിയിടണം. ആ മാർഗത്തിലൂടെ അവരെ നയിക്കണം. അതിനുവേണ്ടി നമ്മുടെ മക്കളെ, വീട്ടിലൊരു കുഞ്ഞിനെയെങ്കിലും, ഒരു കുട്ടിയെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഈ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ ത്യാഗസന്നദ്ധരാകണം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഡോക്ടർമാരല്ല, എഞ്ചിനീയർമാരല്ല, ആധുനിക വിദ്യാസമ്പന്നരല്ല, ഡോക്ടറേറ്റ് എടുത്തവരല്ല, അല്ല, ഭൗതികമായി സ്ഥാനവും അധികാരവും നേട്ടവും സമ്പത്തും കൈയാളാൻ സാധിക്കാത്ത ദുനിയാവിന്റെ ഞെരുക്കമല്ല. മുസ്ലിം ഉമ്മത്ത് ആധുനിക കാലഘട്ടത്തിൽ, വിശിഷ്യ കേരളമാകുന്ന നമ്മുടെ ഈ പൊട്ടക്കിണറ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ശരിയായ ഇൽമിന്റെ വാഹകരായ അയിമ്മത്തിലേക്ക്, ഉലമാക്കളിലേക്ക് നയിക്കുന്ന പ്രബോധകന്മാർ, പണ്ഡിതവര്യർ ഇല്ല എന്നതാണ്. അതിനുവേണ്ടിയാകട്ടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള ചിന്തയും പരിശ്രമവും, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കളുടെ മരണം നമുക്ക് നൽകുന്ന വലിയ പാഠമതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروا